അദ്ദേഹം കേരളത്തിലായിരുന്നല്ലേ? ഞാൻ പ്രൊഡ്യൂസർ ബേബിക്കുട്ടിനെ ഒന്ന് കാണാൻ പോയായിരുന്നു. അവനെൻ്റെ തിരക്കഥ അസലായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ പ്രസാദ് എന്നതിൻ്റെ ഡേറ്റ് ഉടനെ കിട്ടുന്നുമില്ല. പടം എപ്പോൾ തുടങ്ങാനും ബേബിക്കുട്ടൻ റെഡിയാ. പ്രസാദ് അത്രക്ക് തിരക്കാണോ? 2-3 പടങ്ങൾ തീരാനുണ്ട്. ഒന്നുകൂടെ പ്രസീദ് നോക്കണം. വേറൊരു കാര്യം പറഞ്ഞു. ഡയറക്ടർ പ്രതാപ് സാറല്ലേ, അങ്ങയുടെ പുതിയ പടത്തിലെ ഹീറോ ആരെന്നറിയോ? നമ്മുടെ രാജപ്പന. പ്രതാപൻ സാറിന്റെ പടത്തിൽ? ഓ, അതെങ്ങനെ സംഭവിച്ചു? സാറിന് പ്രതാപൻ സാറിന് അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ലല്ലോ. ശരിയാ, കേട്ടപ്പോ ഞാനും വിശ്വസിച്ചില്ല. പക്ഷെ സംഭവം സത്യമോ? രായപ്പൻ അഡ്വാൻസ് വാങ്ങി ഗംഗയ്യമൻ തെരുവിൽ വീട് വാടകയ്ക്ക് എടുത്തു. അവിടെ ഇപ്പൊ പച്ചാളം ബാസി രായപ്പനെ അഭിനയം പഠിപ്പിക്കുക. ഭഗവാനെ, എന്തൊക്കെ കേൾക്കുന്നത്. എന്തായാലും പാവം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ. ശരി. രാജപ്പനെ കാണാനാണെങ്കിൽ അയാൾ ശീർഷാസനത്തിലാണ്. ഞാൻ ഉദയഭാനു, രാജപ്പന്റെ സുഹൃത്താണ്. ഞാൻ പച്ചാളം ഭാസി, രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ശീർഷാസനം കഴിയട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പത്മാസനമാണ്. അത് കഴിഞ്ഞാൽ കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, പിന്നെ മയൂരാസനം. എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല. ശത്രുവായാലും മിത്രമായാലും. പതഞ്ജലി, ഭരതമുനി, പോയിക്കൊള്ളൂ. എന്താ ഇത്? ശീർഷാസനത്തിൽ നിന്ന് നേരിട്ട് ശവാസനത്തിലേക്കോ? ബാക്കിയുള്ള ആസനം ഞാൻ പിന്നെ ചെയ്തോളാം. ആരാ വാതിലിൽ മുട്ടിയത്? എന്തോ ഒരു പേര് പറഞ്ഞു. സുഹൃത്താണത്രേ. ഉദയനോ ഭാനുവോ. ആസനത്തിലാണെന്ന് പറഞ്ഞാൽ വാതിലടച്ചു. എനിക്ക് പിന്നെ സമയം കളയണ്ട, രസങ്ങളിലേക്ക് അടക്കാം. രസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ല. രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും ഏകദേശം പറയാം. ആദ്യം നമ്മൾ പരിപ്പ് വേവിക്കണം. 1 തക്കാളി ഇടാം. പിന്നെ കായവും കുരുമുളകും ചേർക്കണം. പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുകും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും മൂപ്പിച്ച് ചേർക്കണം. അത്ര ബുദ്ധിമുട്ടണമെന്നില്ല. രസമുണ്ടാക്കാനുള്ള പൊടി കടയിൽ കിട്ടും, പാക്കറ്റില്. അത് കിട്ടും. മിസ്റ്റർ, ഞാൻ നവരസങ്ങളെ കുറിച്ചാ പറയുന്നത്. ഇയാളൊരു മരിമാടോ. ശൃംഗാരം ചെയ്യൂ. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. എന്തിനാണോ ശൃംഗാരത്തിന് ശരീരം മുഴുവനിട്ട് ഇളക്കുന്നത്? നാട്യശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്? ഏത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം? മംഗലശീലേ രസവിസ്തൃതിക്ക് അംഗം മുഴുവൻ തുണയ്ക്കു വേണ്ട. കവിൾ, പുരികങ്ങൾ, വിശേഷാൽ കണ്ണിണ, ഇവതാൻ വേണം രസമുളവാക്കാൻ. അതുകൊണ്ട് ശരീരം അനക്കാതെ മുഖം കൊണ്ട് നവരസങ്ങൾ ഓരോന്നായി കാണിക്കൂ. ഇനി അടുത്ത് വരൂ. കരുണം ഇതുപോലെ കാണിക്കൂ. ഗുരുവിനെ പോലെ അത്ര എളുപ്പത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ രസങ്ങളും ഉൾക്കൊള്ളാൻ ദയവായി എനിക്ക് അല്പം സമയം തരൂ. ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ. എന്താണോ വീണ്ടും ക്ലൈമാക്സ് കിട്ടിയോ? അല്ല ഭാസ്കരേട്ടാ, ബേബിക്കുട്ടൻ ഇങ്ങോട്ട് വരുന്നു. ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു. ഗോപിക്കുട്ടനോ? ഗോപിക്കുട്ടൻ അല്ല, ബേബിക്കുട്ടൻ, എന്റെ പടത്തിന്റെ പ്രൊഡ്യൂസർ. അവൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് എനിക്ക് ചായ ഉണ്ടാക്കാൻ പറ്റില്ല. ഭാസ്കരേട്ടൻ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരണം. അവൻ ഈ സ്ഥലം പരിചയമില്ല. ഞാൻ റോഡിലോട്ട് പോകും. ഹലോ, പ്രൊഡ്യൂസർ സാറല്ലേ? ഇത് പച്ചാളം ഭാസിയാണ്. ഞാനും രായപ്പനും അല്ല, സരോജ് കുമാറും മറ്റേ സ്ഥലത്ത് തന്നെ ഒളിച്ച് താമസിക്കുകയാണ്. സരോജ് കുമാർ സാറിന് അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാതിരിക്കുക. കേരളത്തിൽ പടവിന്ന് റിലീസല്ലേ, മാറ്റിൻ ഷോ കഴിഞ്ഞല്ലോ. വിവരമില്ലതും അറിഞ്ഞോ? സൂപ്പർ ഹിറ്റോ, ബമ്പർ ഹിറ്റോ,
ഈശ്വരാ, ബമ്പർ ഹിറ്റ്. അയ്യോ രാജപ്പാ, പടം ബമ്പർ ഹിറ്റ്. അയ്യോ ഹിറ്റ് ഹിറ്റ്, ബമ്പർ ഹിറ്റ്, പടം ബമ്പർ ഹിറ്റ്. പോയി കാണ്. എടോ ബമ്പർ ഹിറ്റ്, ബമ്പർ ഹിറ്റ്, പടം ഹിറ്റ് ഹിറ്റ്. നിങ്ങളെ പടം ഫാമിലി ഹിറ്റ്. പോയി കാണ്. ഹിറ്റ് 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 ഹിറ്റ്. ഈ വരുന്ന സെപ്റ്റംബറിലോ സരോജ് സാറിന്റെ കോൾ ഷീറ്റ് ഈ വരുന്ന സെപ്റ്റംബറിൽ വേണമെന്ന്. മിസ്റ്റർ ബേബിക്കുട്ടൻ, നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? അടുത്ത 7 കൊല്ലത്തേക്ക് സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ ഡേറ്റ് ഇല്ലെന്ന് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാമല്ലോ. നിങ്ങൾ മാത്രം അതറിഞ്ഞില്ലേ? ഇതിനിടയിലുള്ള 6 പടങ്ങളും ഞാൻ തന്നെ നിർമ്മിക്കും. അതായത് സരോജ് കുമാറിനെ വെച്ച് മറ്റുള്ളവർ മാത്രം കാശുണ്ടാക്കിയാൽ പോരല്ലോ. മാത്രമല്ല 7 കൊല്ലം കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു കിഴങ്ങനും ഞാൻ ഡേറ്റും കൊടുക്കില്ല. സരോജ് പച്ചാളം പ്രൊഡക്ഷൻസ് കമ്പൈൻഡ് ആയി പടങ്ങൾ നിർമ്മിക്കും, വിതരണം ചെയ്യും, കാശും മാരും. എനിക്ക് മിസ്റ്റർ സരോജുമായി നേരിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു. നേരിട്ടോ? സരോജ് സാറുമായിട്ടോ? ഒരു പ്രയോജനവുമില്ല. ഞാൻ പറയാതെ അവിടെ ഒരു ഇല പോലും അനങ്ങില്ല. അല്ല നല്ല പതുക്കപ്പാ, ഞാൻ വറുതൊക്കെ 4 നാളാവും. ഓക്കെ മിസ്റ്റർ ബേബിക്കുട്ടൻ, ഞാൻ ബെൻസ് കാറിൽ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പൊ ഗുഡ് ബൈ. മാറോ മാറോ, സെക്യൂരിറ്റി സെക്യൂരിറ്റി. തിരക്കൂട്ടരുത് പ്ലീസ്. അവിടെ ബേബിക്കുട്ടനെ കൊണ്ട് മൈൻഡ് ചെയ്യണ്ട. പ്ലീസ്. താങ്ക്സ്. സരോജ്, ഹലോ. ഇത് സരോജ് സാറിന് മാത്രം കയറാനുള്ള ലിഫ്റ്റാണ്. അതെ, ഒരു അതേയും ഇല്ല. നമുക്ക് റെസ്റ്റോറന്റ് കയറി വല്ലതും തട്ടി വെച്ച് മുറിയിലോട്ട് പോവാം. ആ ബേബിക്കുട്ടൻ വന്നതിന് ഡേറ്റിന് അല്ല. എന്താ ഹോട്ടലിൽ കാണാനോ? അയ്യോ, റെസ്റ്റോറന്റ് ഇവിടെ അല്ല, അവിടെയാ. ബേബിക്കുട്ടനോട് ഞാനൊന്ന് സംസാരിച്ചു. 7 കൊല്ലത്തേക്ക് ഡേറ്റ് ഇല്ലാന്ന് ഞാനങ്ങ് പറഞ്ഞു. ആരാ ഡയറക്ടർ? ആരായാലും എന്താ, ഇനി പുറത്തുള്ള നിർമ്മാതാക്കൾക്ക് ഡേറ്റ് കൊടുത്താൽ ശരിയാവില്ല. സരോജ് പച്ചാളം കമ്പൈൻസിന്റെ പടങ്ങൾ മാത്രം മതി. ഈ പകട്ടൊക്കെ എത്ര കാലത്തൊക്കെ ആർക്കറിയാം. ലാസ്റ്റ് ഇറങ്ങിയ മുന്താണി കടവത്ത് വലിയ തേങ്ങാക്കൊല എന്നൊക്കെ പത്രത്തിൽ എഴുതിച്ചെങ്കിലും പ്രൊഡ്യൂസറുടെ അണ്ടം കയറി ഒന്നാ കേൾക്കുന്നത്. അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് മാക്സിമം പണം അടിച്ചെടുക്കണം. അതിന് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സാറ്റലൈറ്റ് ഓവർസീസ് എല്ലാം ഇങ്ങ് പോരും. മേക്കപ്പ് ഇട്ടാ പോലും രായപ്പന് നല്ല പ്രായം തോന്നുന്നുണ്ട്. ചുളിവും വീണിട്ടുണ്ട്. എത്ര കാലം നായകനായി നിൽക്കാൻ പറ്റുമെന്നാ. അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്തെങ്കിലും സൈഡ് ബിസിനസ് തുടങ്ങുന്നതാണ് ബുദ്ധി. എന്ത് സൈഡ് ബിസിനസ്? അച്ചാറും മസാലപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഏതെങ്കിലും വരണം. ആ ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താ കഴിക്കാനുള്ളത്? ലൈക്ക് ടു ഹാവ്. എന്താ കഴിക്കാൻ എന്താ വേണ്ടത്? പൊറോട്ട 6 എണ്ണം വിത്ത് മട്ടൺ ഉള്ളത്തിയത് ഫോർ ദ 2 പീപ്പിൾസ്. എനിത്തിങ് എൽസ്? അത് സാറ് കഴിക്കില്ല? അല്ല, മറ്റെന്തെങ്കിലും വേണോന്ന്? നോ, ആദ്യം ഇതിങ്ങി പോരട്ടെ. താങ്ക് യു സർ. ചെറുപ്പത്തിൽ വേണ്ടത്ര ഇംഗ്ലീഷ് പഠിച്ചില്ല. നമസ്കാരം. ഇരുന്നോട്ടെ, ഡേറ്റ് പേടിക്കണ്ട. ഞാനിപ്പോ വന്നത് ഡേറ്റ് ചോദിക്കാനൊന്നും അല്ല. നമ്മൾ തമ്മിൽ പല പ്രാവശ്യം കണ്ടു, സംസാരിച്ചു. പക്ഷേ എന്റെ ഹൃദയം തുറക്കാൻ അപ്പോഴൊന്നും സാധിച്ചില്ല. ഞാൻ സരോജിന്റെ വലിയൊരു ആരാധകനാണ്. എന്റെ അച്ഛൻ ബോംബെയിൽ എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ച ഞാനും അമീർ ഖാനും. അവൻ വലിയ സ്റ്റാറായി. എടാ ബേബി, നീ എന്നെ വെച്ചൊരു ഹിന്ദി പടം എടുക്കടാന്ന് പലതവണ എന്നോട് അവൻ പറഞ്ഞിട്ടുള്ളതോ. എന്നിട്ടും ഞാൻ അമീറിന്റെ ആരാധകനല്ല. കാരണം ഞാൻ സ്നേഹിക്കുന്നത് കലയാണ്. ഏത് കലയെ? ആ കല ഞാൻ സരോജിൽ കാണുന്നു. ഓ, ആ കല. സർ, ഇതിനകത്ത് സ്മോക്കിംഗ് പാടില്ല. ഓക്കേ പച്ചാളം, സർ. ഈ ഹോട്ടലിന്റെ മുതലാളിയെ വിളിച്ച് ഇവനെ ഇപ്പൊ തന്നെ ഡിസ്മിസ് ചെയ്യാൻ പറ. ഓക്കെ. പ്രഗത്ഭന്മാരായ ഒട്ടനവധി നടന്മാർ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാട്ട്, ഡാൻസ്, ആക്ഷൻ, ഭാവാഭിനയം, ചുരുക്കി പറഞ്ഞാൽ അഭിനയത്തിന്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഈ സരോജ്. ഒരു ഡോറിൽ കൂടെ കയറി പോയി കഴിഞ്ഞാൽ സകല സാധനമായിട്ട് ഇറങ്ങി പോരാ. പക്ഷേ ഒരാരാധകൻ എന്ന നിലയിൽ എനിക്ക് വലിയൊരു വിഷമവും. ഓണറല്ല, ഇനി കിട്ടുന്നില്ല. ആണോ? അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്മിസ് ചെയ്യാം. എന്ത് വിഷമമുണ്ടെന്ന്? സരോജിന് ഇതുവരെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല. സ്റ്റേറ്റും കിട്ടിയിട്ടില്ല. ആ കുറവ് നമുക്ക് നികത്തണം. ഈ അവാർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പടത്തിൽ കയറി അഭിനയിക്കാൻ കിട്ടുന്ന സാധനമല്ല. അതിന് പറ്റിയ ഒരു കഥയുണ്ടാക്കാം. അത് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു.
സരോജൻ എങ്ങനെയാ ഈ അവാർഡിൽ താല്പര്യമില്ലേ? ഇല്ലെന്നോ? കൊള്ളാം. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി 10-25 ലക്ഷം കളഞ്ഞതാ. സരോജ് സാർ ഡേറ്റ് കൊടുക്കാത്ത ഒരു പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ ജൂറി ചെയർമാൻ. അയാളെ ജൂറി ചെയർമാൻ എന്നല്ല വിളിക്കേണ്ടത്. പച്ചാളം. ഞങ്ങൾ കഥയുണ്ടാക്കി എന്ന് പറഞ്ഞത് ആരൊക്കെ? അത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും. അതാര്? നിങ്ങൾ തമ്മിൽ അറിയും. ഈ പഴയ കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. അവനത് മറന്നു. ഉദയനെ പറ്റിയാ ഞാൻ പറഞ്ഞു വരുന്നതേ. അങ്ങനെ വരട്ടെ. എനിക്ക് അപ്പോഴേ സംശയം തോന്നി. എന്റെ കൺമുന്നിലിട്ട് അവൻ ഈ രായപ്പനെ സരോജ് സാറിന്റെ പട്ടിയെ തല്ലുന്നവരെ തല്ലിയത് അവന്റെ മിസ്റ്റർ ബേബിക്കുട്ടൻ, ഞാൻ കഥ മോഷ്ടിച്ചെന്ന് അവൻ നാട് മുഴുവൻ പറഞ്ഞു നടന്നു. പക്ഷെ സത്യം നിങ്ങൾക്കാർക്കും അറിയില്ല. ഞാനും അവനും ഡിസ്കസ് ചെയ്ത് എഴുതിയതാണ് കഥ. അതെങ്ങനെ അവന്റെ മാത്രം കഥയാവും? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞില്ല. അവന്റെ പേര് ഇനി ഇവിടെ പറഞ്ഞാൽ ഐ സേ യു ഗെറ്റ് ഔട്ട് എന്ന് സാറ് പറയും. ഒന്നുകൂടി ചുഴിഞ്ഞാലോചിച്ചതിൽ ഇതിനകത്തൊരു അപകടം പറ്റിയിരിപ്പുണ്ട്. എന്ത്? അവന്റെ തിരക്കഥ അവൻ തന്നെ സംവിധാനം ചെയ്താൽ പടം ഹിറ്റ് ആവുമെന്ന് ഉറപ്പാ. രാജപ്പൻ ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ അവൻ മറ്റാരെങ്കിലും വെച്ച് പടം എടുക്കും. ആ നായകൻ കയറി സ്റ്റാർ ആകുകയും ചെയ്യും. അത് നമുക്ക് ക്ഷീണമല്ലേ? പിന്നെ നിർമ്മാതാക്കൾ മുഴുവൻ അവന്റെ പുറകെ പോവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് രാജപ്പൻ ഡേറ്റ് കൊടുക്കുന്നതല്ലേ? അത് നല്ലതാണെന്ന് മാത്രമല്ല, അവനെ ഒതുക്കാനും ഇത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. ഞാൻ സ്വപ്നം കണ്ടു നടന്ന മധുമതിയെ കൊണ്ടുപോയി തോലച്ചവൻ. വൈകിക്കണ്ട. ബേബിക്കുട്ടൻ റിസപ്ഷനിലോ റെസ്റ്റോറന്റിലോ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ചെന്ന് വിളിക്കാം. നമസ്കാരം. ബ്യൂട്ടിഫുൾ ഹൗസ്. ഇത് പണിതാണോ വാങ്ങിയതാണോ? വാങ്ങിയതോ? കൊള്ളാം. ദാ ആ കാണുന്ന ഓരോരോ പുല്ല് വരെ സരോജ് സാറിന്റെ സ്വന്തം ഐഡിയ ആണല്ലേ? എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. പക്ഷെ ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? ഫർണിച്ചർ മൊത്തം ഫ്രാൻസിൽ നിന്നാ, ഷാൻലിയർ തായ്ലൻഡ്. എല്ലാം തീ പിടിച്ച വിലയാ. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? സരോജ് സാറിനാണെങ്കിൽ രാവിലെ റോയൽ സല്യൂട്ട്, ഉച്ചയ്ക്ക് ബ്ലാക്ക് ലേബൽ, രാത്രി പിന്നെ ശിവാശ്രീകൾ. ഓരോന്നൊഴിക്കട്ടെ. ഹലോ, ഉണ്ടല്ലോ കൊടുക്കാം. മന്ത്രി പൊതുമരാമത്ത്. എന്തൊക്കെയുണ്ട് ആശാനെ? ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? അയ്യോ, അന്ന് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ അല്ലേ? എന്ന് അടുത്ത ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ്. അത് ഞാൻ അവിടുത്തെ സർക്കാരിന്റെ അതിഥിയായിട്ട്. നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തെളിച്ച് പറയണ്ട കുട്ട. പറ. ഓക്കെ, അതിനെന്താ? പിന്നെ അടിമാലി മൂന്നാർ റോഡ് വേഗം ഒന്ന് നന്നാക്കി തരണേ. എനിക്ക് ഇടയ്ക്കിടെ ആ വഴി പോകാനുള്ളതാ. ഇതിപ്പോ തന്നെ ശരിയാക്കിയേക്കാം. ഓക്കെ. പച്ചവളം, ഇന്ന് തന്നെ 2 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് എടുത്ത് മൂപ്പർക്ക് അയച്ചു കൊടുക്കണം. ഏതോ അനാഥ മന്ദിരത്തിന്റെ ആവശ്യത്തിന്. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. അതാ പറയുന്നത്. ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല. പോട്ടെ, ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞു നേരം ഞാൻ കളയുന്നില്ല. പച്ചാളം, ഓബറോയ് ഹോട്ടലിൽ വിളിച്ച് എന്റെ ലഞ്ച് കൊണ്ടുവരാൻ പറയൂ. നിങ്ങൾക്ക്? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കൊടുത്തയച്ച തിരക്കഥ എന്റെ PA വായിച്ചു. കുറേ തിരുത്തലുകൾ വേണ്ടിവരും. ഉദാഹരണത്തിന്, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് നടക്കില്ല. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ എനിക്ക് ഇടിക്കണം, ഇടിച്ചിടിച്ച് നിലം പരിശാക്കണം. എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. അപ്പൊ തിയേറ്ററിൽ ഭയങ്കര ക്ലബ്സ് ആയിരിക്കും. അറസ്റ്റ് ചെയ്താലേ കഥ മുന്നോട്ട് പോകും എന്നാര് പറഞ്ഞു? എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പോലീസുകാരെ ഇടിച്ച് സ്ലോ മോഷനും കഴിഞ്ഞ് ഞാൻ നേരെ പോവുകയാണ് DGPയുടെ ഓഫീസിലേക്ക്. എന്നിട്ട് 2 കൈയും നീട്ടി ഞാൻ പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ. അതില്ലേ ഹീറോയിസം? അല്ലാതെ കുറെ പീറ പോലീസുകാർ കയറി വന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്റെ ഓഡിയൻസ് സഹിക്കില്ല. പോലീസിനെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം മനുഷ്യനൊന്നും അല്ലല്ലോ. പക്ഷെ അഭിനയിക്കുന്നത് ഞാനല്ലേ. എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ? അതിരിക്കട്ടെ, ഈ സിനിമയിൽ എനിക്ക് എത്ര സീനുണ്ട്? ഒരു 51ഓളം വരും. അപ്പൊ 51 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ. ഓരോ സീനിലും മാറ്റി മാറ്റി വെക്കാൻ. ഈ കഥാപാത്രം കഥാപാത്രത്തെ വിടൂ. കഥാപാത്രത്തെ വിട്ടിട്ടുള്ള സിനിമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ അഭിനയിക്കാൻ വേറെ ആളിനെ നോക്കിക്കോളൂ. എന്താ ഇത് ഉദയ? ഇതൊരു ചർച്ചയല്ലേ? ഇവിടെ കടംപിടുത്തത്തിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമുണ്ട്. എന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ വെച്ച് പടം ചെയ്യാൻ വന്നത്. എനിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുടെ പിൻബലം ഉള്ളതുകൊണ്ട് അത് വിറ്റ് നിങ്ങൾക്ക് കാശാക്കണം. അല്ലാതെ
ഞാൻ സ്റ്റാനിസ്ലോവിസ്കിയുടെ പുസ്തകം പഠിച്ചതുകൊണ്ടൊന്നല്ലല്ലോ. കോഴിക്കേ മുല വന്നു, മനസ്സിലായല്ലോ. മിസ്റ്റർ സരോജ്, നമ്മൾ എന്തായാലും ഈ പടം ചെയ്യുന്നു. എല്ലാം നമുക്ക് ചർച്ച ചെയ്ത് വേണ്ട പോലെ ചെയ്യാം. അല്ലല്ല, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഞാൻ ഈ പടം ചെയ്യുകയാണെങ്കിൽ ഞാൻ സെറ്റിലെത്തിയാൽ പഴയ ഓർമ്മ വെച്ച് പഴയ പേര് വിളിക്കുക, അതൊന്നും നടക്കില്ല. എന്നെ എല്ലാവരും സാർ സാർ എന്ന് വിളിക്കണം. മനസ്സിലായല്ലോ. പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. നിന്റെ തല നീ അഭിനയിക്കാൻ പാടാ, അപ്പൊ കാണാം. എടാ സ്റ്റാനിസ്ലോവ്സ്കി, ഇത് വെറും തുടക്കമാണ്. ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ചേർ അങ്ങോട്ട് കൊണ്ടുവയ്ക്കോ. ഹലോ പച്ചാളം. അതെ ഹൈദരാബാദ് രാമുജി റാവു ഫിലിം സിറ്റിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഡയറക്ടറോ? അതൊരു പുതിയ ആളാ, ഒരു ഉദയഭാനു. അയാളെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സരോജ് സാറ് ഡേറ്റ് കൊടുത്തു. അതൊന്നും പറയാൻ നോക്കൂല. അയാളുടെ ഡയറക്ഷൻ ശരിയല്ലെങ്കിൽ സരോജ് സാർ ആപ്പ പ്ലെയിൻ കയറി സ്ഥലം വിടും. സ്വഭാവം അറിയാമല്ലോ. മുന്തിരിത്തോട്ടം 200 ഏക്കർ എന്നല്ലേ പറഞ്ഞത്? വാക്കുറപ്പിച്ചോ, അഡ്വാൻസ് നാളെ തന്നെ എത്തിച്ചേക്കാം. മൂപ്പരുടെ വാക്കെന്ന് പറഞ്ഞ അയ്യോ സരോജ് സാർ ബെൻസ് കാർ വന്നോണ്ടിരിക്കണം. ബെൻസ് കാറില് ഞാൻ പിന്നെ വിളിക്കാം. ഇത് കേരളമല്ല, ഹൈദരാബാദിന് വലിയ ഹോസൊന്നും വേണ്ട, കാണാനാളില്ല. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ആ കസേര ഇങ്ങോട്ട് കൊണ്ടോടോ. അവിടെ മോർണിംഗ്. ഗായത്രി കൂടുതൽ സുന്ദരിയായിരിക്കുന്നല്ലോ. നാട്ടുമാങ്ങ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിക്കുമ്പോൾ ഇത്രയും കളറില്ലായിരുന്നു. താങ്ക് യു സർ. അതോ ഇപ്പൊ ഇത്തിരി മേക്കപ്പ് കൂടുതൽ ഇട്ടതാണോ? നമസ്കാരം സാർ. ഷൂട്ടിങ്ങിനിടയിൽ സരോജ് സാറിന് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയായോ? പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് ആരും പറഞ്ഞില്ല സാർ. അതാരെങ്കിലും പറയണോ? മലയാള ഇൻഡസ്ട്രിക്ക് മൊത്തം അറിയാവുന്ന കാര്യങ്ങളല്ലേ. എഴുതിക്കോളൂ. ലഞ്ചിനും ഡിന്നറിനും വേണ്ട വിഭവങ്ങൾ പ്രിന്റ് ചെയ്തത് ഞാൻ തരാം. ഇതല്ലാതെ ഉള്ളതാണ്. എഴുതിക്കോളൂ. ഇളനീർ 30, ആസ്ട്രേലിയൻ ആപ്പിൾ 20, ബദാം കേക്ക് 1 കിലോ, കാഡ്ബറീസ് ബിസ്ക്കറ്റ് 10 പാക്കറ്റ്, പ്ലാച്ചിമട 10 ബോട്ടിൽ. പാച്ചിമടേ? അതെ, പ്ലാച്ചിമടയിൽ ഉണ്ടാക്കുന്ന ഒരു പാനീയം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര് മറന്നു. അതിൽ വിഷാംശം ഉണ്ടെന്നാണല്ലോ കേൾക്കുന്നത് പച്ചാളം. അയ്യോ അത് വേണ്ട. പകരം കരിമ്പിൻ ജ്യൂസിൽ പാലും അണ്ടിപ്പരിപ്പും ചേർത്തെടുക്കട്ടെ. അതിൽ കുറച്ച് കുങ്കുമപ്പൂ കൂടി ചേർത്തോളൂ. കുങ്കുമപ്പൂ. ഗായത്രി കുങ്കുമപ്പൂ കഴിക്കാറില്ലേ? ഇല്ല സർ. അയ്യോ, കളർ വരാൻ ഇത്രയും നല്ല സാധനമില്ല. ഇതാ എന്നെ നോക്കൂ. സിഗരറ്റിന്റെ കാര്യം പറഞ്ഞു. എടോ 10 പാക്കറ്റ് ജോൺ പ്ലേയേഴ്സ്. അതെ, തൽക്കാലം അത്രയും മതി. രായപ്പൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ റഫീഖ്. ഓ ഗോഡ്, എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി. ആരും എന്റെ അടുത്തേക്ക് വരരുത്. ആരും അടുത്തേക്ക്. പച്ചാളം സാർ, എന്നെ രാജപ്പ എന്ന് വിളിച്ചവനെ സൂത്രത്തിൽ ഇങ്ങോട്ടൊന്ന് വിളി. പെരുമാറണോ? പറയാം. താൻ എന്തിനിവിടെ വന്നു? ഉദയനൊരു വേഷം തന്നു. ഓഹോ, അല്ലാതെ ഗായത്രിയുടെ മുമ്പിൽ വെച്ച് രാജപ്പ എന്ന് വിളിച്ച് എന്നെ നാറ്റിക്കാൻ ഉദയൻ വിട്ടതല്ല. രാജപ്പനെ രാജപ്പാന്ന് വിളിച്ചാൽ നാറ്റാവുന്ന എങ്ങനെയാ? അത് നാറ്റമാണ്. വെറും കൺട്രികളായ എൻ്റെ അച്ഛനമ്മമാർ എന്നോട് ചെയ്ത ചതി. ഇപ്പൊ ഞാൻ സരോജ് കുമാറാണെന്ന് അറിയില്ലേ? എന്റെ നിലയും വിലയും മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ ഈ പടത്തും തന്നെ ഞാൻ കട്ട് ചെയ്തളയും. ഓക്കെ? അതെ, ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത വട്ടവിള ജയകുമാർ അഭിനയിച്ച ഒരു പടമില്ല, എന്താ അതിന്റെ പേര്? ദോശരാഘവൻ. അത് സൂപ്പർ ഹിറ്റാണ്. ചതിച്ചോ? ഉടനെ ഒരു പണി ചെയ്യും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എന്റെ ഫാൻസ് അസോസിയേഷൻ കിഴങ്ങന്മാരില്ലേ, അവന്മാരെ വിളിച്ച് ദോശരാഘവൻ കളിക്കുന്ന എല്ലാ തിയേറ്ററിലും എല്ലാ ഷോയ്ക്കും 30 പേരെ വെച്ച് കയറ്റാൻ പറ. എന്നിട്ട് സ്ക്രീനിൽ വട്ടവിള വരുന്ന സമയത്തൊക്കെ ആഞ്ഞു കൂവാൻ പറ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മലയാള സിനിമയിൽ തൽക്കാലം ഒരു സൂപ്പർ സ്റ്റാർ മതി. അത് മതി. എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. കൊല്ലത്ത് നിന്നോ മറ്റോ ഫിലിം സിറ്റി കാണാൻ വന്ന കുറച്ച് ടൂറിസ്റ്റുകൾ സരോജ് സാറിനെ കാണുമെന്ന് പറഞ്ഞ് പുറത്ത് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. 1ാം ബാൽക്കണി ചെന്ന് നിന്നാൽ മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ലാതെ നിൽക്കും. അവർ പോകുന്ന മട്ടില്ല. എന്തോ ചെയ്യുമെന്ന് പറ. ആരാധകർ നാറികൾ. ഈ ഹൈദരാബാദിൽ ഇവറ്റകൾ സ്വയം തരില്ല എന്ന് വെച്ചാൽ ആരാധകർ വെട്ടുകിളികളെ പോലെയാണ്. ശല്യം ചെയ്ത് തുടങ്ങുമ്പോ തന്നെ ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ കൃഷി അപ്പാടെ നശിപ്പിച്ചു കളയും. ആയിരം അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്.
നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ ടൈഫോയിഡ് പിടിപെട്ട് കിടക്കുകയായിരുന്നു. നിങ്ങളുടെ ശബ്ദം എന്നെ ഉണർത്തി. നിങ്ങൾക്കില്ലാത്ത ടൈഫോയിഡ് എനിക്കെന്തിന്? ദയവ് ചെയ്ത് ഇനി എന്നെ വിശ്രമിക്കാൻ അനുവദിക്കൂ. നമുക്ക് കേരളത്തിൽ വെച്ച് കാണാം. ഗുഡ് ബൈ. സരോജ് സാർ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം ഏതാ? അന്ന് പെയ്ത മഴയിൽ. നിങ്ങളുടെ പേരെന്താ? പച്ചാളം ഭാസി.